ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രീം ബണ്ണാണ്. ഓവനൊന്നും ഇതിന് ആവശ്യമില്ല. ഓവനൊന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്രീം ബൺ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ഗ്ലാസ് പാലെടുത്ത് ഒന്ന് തിളപ്പിക്കണം. ആ പാൽ തിളപ്പിക്കുന്നതിനകത്ത് കുറച്ച് നാരങ്ങയുടെ തൊലി ഇതുപോലെ ചെത്തിയെടുത്തത് കുറച്ച് നാരങ്ങാത്തൊലിയും ഇട്ട് ആ പാൽ നന്നായി തിളയ്ക്കാൻ വെക്കുക. ഏകദേശം ഒരു 250 ഗ്രാമോളം നമ്മളുടെ പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു 2-2.5 ഗ്ലാസ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് സൂര്യകാന്തി എണ്ണ, സൺഫ്ലവർ ഓയിൽ ഒരു 1/4 ഗ്ലാസ്, അതും അതിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ മധുരം, അത് അവരവരുടെ മധുരത്തിന് അനുസരിച്ച് ഇതുപോലെ 1-2 സ്പൂൺ, ചില മധുരം കൂടുതൽ വേണമെങ്കിൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ 3 സ്പൂൺ വേണമെങ്കിലും ഇടാം. നാരങ്ങാത്തൊലി ഇട്ട് തിളപ്പിച്ച പാലാണിത്. അത് ചെറുതായി ഒന്ന് ചെറിയ ചൂടോടെ, ഒത്തിരി ചൂടാകത്ത്, ചെറിയ ചൂടിൽ നമ്മൾ അതിനകത്തേക്ക് ഈ ഒരു ചെറിയ സ്പൂണിന് ഇത്ര ഈസ്റ്റ് അതിട്ട് കൊടുക്കണം. ഇത് ഞാൻ ഈസ്റ്റ് കുതിർത്ത് എടുത്തതാണ്. ഇത്ര ഈസ്റ്റ് ഈ ചൂട് പാലിലോട്ട്, അതായത് അധികം ചൂടില്ല, നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂടിൽ ഇട്ട് ഇതുപോലെ അലിച്ചു കൊടുക്കണം. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി, മുട്ട, പഞ്ചസാര, എണ്ണ, ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും ഈസ്റ്റും കൂടി ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ മുട്ടയും എണ്ണയും പഞ്ചസാരയും ഇട്ട് ഇളകി കഴിയുമ്പം ശകലം ലിക്വിഡ് പോലെ തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പാല് ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് ചെറുതായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇത് കണ്ടോ, നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. എന്നിട്ട് കയ്യിൽ ഒരല്പം സൂര്യകാന്തി എണ്ണ തേച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മയപ്പെടുത്തി കൊടുക്കണം. മയപ്പെടുത്തി നല്ലൊരു ബോൾ പോലെ ഉരുട്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കീറി വയ്ക്കണം. അപ്പോൾ ഈ മാവ് എത്രത്തോളം പൊങ്ങിയെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് ഇത് ഇതുപോലെ മൂടി ഒരു 2 മണിക്കൂർ ഇത് പൊങ്ങാൻ വയ്ക്കണം. അപ്പോൾ നമ്മളുടെ ക്രീം ബണ്ണിന് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇവിടെ റെഡിയായി. ഇതേപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ മാവ് പൊങ്ങി വരണം. ഇതിപ്പോൾ ഞാനൊരു 1.5-2 മണിക്കൂറോളമാണ് വെച്ചത്. 1 മണിക്കൂർ കൊണ്ട്, കാലാവസ്ഥ അനുസരിച്ച് ചൂട് കൂടുതലാണെങ്കിൽ 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി വരും. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു പരന്ന സ്ഥലത്ത് കുറച്ച് പൊടി വിതറി, ഒത്തിരി ഒന്നും വിതറരുത്, കുറച്ച് പൊടി വിതറി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കുഴച്ച മാവ് എടുത്ത് വെക്കുക.
അതിനുശേഷം ഇത് ഒന്ന് പരത്തുക. ഈ വണ്ണമാണ് വരേണ്ടത്. ഈ വണ്ണത്തിൽ പരത്തി വെക്കുക. ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ റൗണ്ടിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്നുകിൽ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടോ ഇങ്ങനെ കവർ ചെയ്ത് എയർ കയറാതെ ഇങ്ങനെ കവർ ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. ഇത് അപ്പോൾ നല്ല പോലെ ഇത് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബണ്ണിൻ്റെ മാവാണിത്. ഇത് കണ്ടോ, നല്ലതുപോലെ ഇത് പൊങ്ങിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമ്മുടെ ഈ ഓരോ ബണ്ണും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം ചൂടെണ്ണ അതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. അധികം തീയിടരുത്, ഫ്ലെയിം മീഡിയം ആയിരിക്കണം. നമ്മുടെ ബണ്ണ് പൊങ്ങി വരുന്ന കണ്ടോ. നമ്മുടെ ബണ്ണ് ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇത് കോരി ഈ ഒരു പരുവാകുമ്പോൾ കോരി നമ്മൾ ഒരു പാത്രത്തിൽ ഇതേപോലെ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാരയിലോട്ട് നമ്മൾ ഈ ബണ്ണ് ഇട്ട് കൊടുക്കണം. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി, പഞ്ചസാര ആ ബണ്ണിൽ പിടിക്കാത്തൊക്കെ വേണം ഇളക്കി വെക്കണം. ഇതിന് ശേഷമാണ് നമ്മളതിൽ ക്രീം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബണ്ണ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തോട്ട് ക്രീം നിറയ്ക്കാം. നമ്മൾ ഇതേപോലെ ഒരു കവറിൽ ക്രീം നിറച്ചിട്ട് ഒരു കോണിൽ കൊണ്ടുവന്ന് ചെറിയൊരു ഹോൾ ഇടണം. എന്നിട്ട് അത് ഇങ്ങനെ കോർണറായിട്ട് പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബണ്ണെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഇതേപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ചെറിയ മുനയുള്ള കത്തി വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ബണ്ണിലേക്ക് ഈ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം അകത്തോട്ട് പോകുമോ അത്രത്തോളം ഇതുപോലെ എല്ലാ ബണ്ണിലും ചെയ്യുക. അപ്പോൾ നമ്മളുടെ ക്രീം ബണ്ണ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മുറിക്കുമ്പോൾ ഇത് കണ്ടോ, ഉള്ളിൽ ഇതുപോലെ ക്രീം നല്ലതായിട്ട് നിറഞ്ഞു നിൽക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു മണിയിലൊന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.